Welcome to MAPRA YouTube News. ഈ വോട്ട് നിഷേധം എന്ന് പറയുന്ന ജനാധിപത്യത്തിന് നേർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ 8 വർഷമായിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇവിടുത്തെ പൗരനാണ്, എന്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ പൈക്ക് ജനാധിപത്യ മുന്നണിയുടെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട്, അത് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് പല ഫോൺ കോളുകളും വന്നു. അതിൽ ഏറ്റവും കോമഡി ഫോൺ കോളുകൾ വന്നത്, നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരുന്നു വിനേട്ട, ഞങ്ങൾ ഇവിടെ അറിഞ്ഞത് അത് എനിക്ക് കോൺഗ്രസ് ആവാൻ പാടില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു പറയുമ്പോൾ എന്റെ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാനെന്താ നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ കളക്ടറെ കാണും, എന്റെ നിവേദനം അർപ്പിക്കും, നാളെ ഹൈക്കോടതിയെ സമീപിക്കും. നാളെ മുതൽ എന്റെ വാർഡിൽ മാത്രമല്ല, ഇലക്ഷൻ കഴിയുന്നവരെ 76 വാർഡുകളിലും ഞാൻ ഇറങ്ങിയിരിക്കും. എനിക്ക് എന്റെ കോഴിക്കോട് നഗരം തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കും. എന്റെ വോട്ട് നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കില്ല. നഗരത്തിലാണ് മാത്രവുമല്ല, ഈ നഗരത്തിൽ സെലിബ്രിറ്റി കൂടെ അദ്ദേഹം VM-ന് അറിയാത്തൊരാരും ഈ നഗരത്തിലില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ചുറ്റുപാടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇന്ന് വോട്ടർ പട്ടികയില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും നടന്ന ഇലക്ഷനിൽ അദ്ദേഹം വോട്ട് ചെയ്തതിന്റെ സ്ലിപ്പാണിത്. അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ID ആണിത്. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വോട്ടേഴ്സ് ID അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയിലുണ്ട്. ഇപ്പൊ വോട്ടില്ല, രണ്ടുപേർക്കും വോട്ടില്ല. ഇത് അപ്രതീക്ഷിതം മാത്രമല്ല, വളരെ ഒരു കോൺസ്പിറസിയുടെ ഭാഗവുമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന്. വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീ വിനുവേട്ടൻ്റെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത കാര്യം. ഇങ്ങനെ എത്ര വിനുമാരുണ്ടാവും? ആർക്കെങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും സാധിക്കുമോ? കാരണം വിനുവേട്ടൻ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനല്ല, വിനുവേട്ടൻ സംഘടനാ പ്രവർത്തനമല്ല. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് സാംസ്കാരിക മേഖലയാണ്, സിനിമയാണ്, സാമൂഹ്യ മേഖലയാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന എല്ലാ ഇലക്ഷനിലും വോട്ടുണ്ട്, ഇത്തവണയ്ക്ക് വോട്ടുണ്ടാവും. പാർട്ടിക്കാരാണെങ്കിൽ തിരിയുക, മരിച്ച ആളുകൾ, അതല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊണ്ടുപോയ ആളുകൾ, ഇവിടുന്ന് താമസം മാറ്റിയ ആളുകൾ, അവരെ ഡിലീറ്റ് ചെയ്യാനും 18 വയസ്സ് പൂർത്തീകരിച്ച ആൾക്കാരാണ് സംഘടനാ പ്രവർത്തകർ ഈ പട്ടിക വന്നാൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരിക്കൽ പോലും VM-നെ പോലത്തെ ഒരാൾക്ക് വോട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹമോ അദ്ദേഹത്തെ അറിയുന്ന ആളുമോ ആരും വിശ്വസിക്കില്ല. ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. അവിടുത്തെ BLO തൊട്ട് ജില്ലാ ഘടകം തുടങ്ങി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വരെ ഇത് ഉത്തരവാദിയാണ്. Thank you.